ഫ്രണ്ട്സ്, നമ്മുടെ കറ്റാർവാഴ ഇങ്ങനെ മഴയിലൊക്കെ കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു തണ്ട് അടർത്തിയെടുത്ത് എണ്ണയൊക്കെ ഒന്ന് കാച്ചി വരാം. ഇവിടെ ഇപ്പം നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യയായി വരുന്നു. നമ്മുടെ ചെടികളെല്ലാം മഴവെള്ളത്തിൽ കുതിർന്നിങ്ങനെ സുന്ദരികളായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പറന്ന് കൂട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു മുല്ലയുണ്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ. ഇതിലെന്നും പൂവുണ്ടാകും. പക്ഷെ വലിയ മണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാടൻ മുല്ലയുടെ അത്ര നല്ല മണമൊന്നുമില്ല, എങ്കിലും കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു മുല്ലയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കറ്റാർവാഴ കൊണ്ട് ഒരു എണ്ണ കാച്ചുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഒരു തണ്ടൊക്കെ മുറിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ 2 തണ്ട് എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ നല്ല ജെല്ലുള്ള തണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തുളസിയില, കറിവേപ്പില, ഉള്ളി, പിന്നെ ഉലുവ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഉലുവ നന്നായിട്ട് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഉലുവയിൽ നിന്ന് നമുക്ക് ഉലുവ അരച്ച് ചേർത്ത് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ താരൻ നശിച്ചു പോകും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. കറിവേപ്പില നമുക്ക് അതിൻ്റെ ഇല മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. തുളസിയിലേക്ക് ഒരു പിടി എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയാണെങ്കിൽ ഒരു പിടി എടുക്കുക. അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഊരി നമുക്കിടാം. കറിവേപ്പില നമ്മുടെ മുടി കറുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ്. ഉലുവ കുതിർത്ത വെള്ളം അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. വെള്ളം നമ്മളൊട്ടും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കുതിർത്താലും മതിയാകും. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് എടുക്കാം. അതിനായിട്ട് നമ്മൾ 2 സൈഡിലുള്ള ആ മുള്ളുള്ള ഭാഗം മാത്രം ചെത്തി കളഞ്ഞാൽ മതി. എന്നിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ കട്ടിയുള്ള തൊലിയുണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് കളയണം. കാരണം ആ കട്ടിയുള്ള തൊലി അരയ്ക്കേണ്ട ആവശ്യമില്ല. ജെല്ല് പൂർണ്ണമായിട്ടും നമുക്കിതിൽ നിന്ന് എടുക്കാം. ഇതിൻ്റെ ഒരുപാട് നീരുള്ളതാണ്, നല്ല കട്ടിയുള്ള, അതായത് ഏറ്റവും അടിയിലുള്ള തണ്ടാണ് ഞാൻ മുറിച്ച് കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലുമുള്ള ഒരു മുള്ള് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിലെ തൊലി ഇതുപോലെ കത്തി കൊണ്ട് മാറ്റിക്കളയാം നമുക്ക്. അതിനുശേഷം നമുക്ക് ഇത് ജെല്ല് മാത്രമായിട്ട് ഇങ്ങോട്ട് എടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് നല്ല നീരുള്ള നല്ല ജ്യൂസാണ് ഇതിനകത്തുള്ളത്. നല്ല തണ്ട്, അതായത് നല്ല മൂത്ത തണ്ടാണ്. ഇതിന് ഒരുപാട് ജ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കട്ടിയുള്ള തൊലി നമുക്ക് എടുക്കേണ്ട. അതും കൂടെ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണയിലേക്കൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് എണ്ണ നമ്മുടെ വേസ്റ്റായി പോകും. ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ജെല്ല് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. തൊലിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വേർപെട്ട് കിട്ടും. കണ്ടോ, ഈ തൊലി കണ്ടില്ല, നല്ല കട്ടിയുള്ളതാണ് അതിന്. അതുകൂടെ നമ്മൾ അരിഞ്ഞ് മിക്സിയിലിടേണ്ട ആവശ്യമില്ല. ഈ ജെല്ല് മാത്രം ഇതുപോലെ എല്ലാത്തിൻ്റേതും ഇതുപോലെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് എടുത്തു വയ്ക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റി. ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടില്ലേ, ഇത് എല്ലാം തൊലി ഇത്രയും കിട്ടി. ഈ തൊലിയും കൂടെ നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ ഇട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്ക് കട്ടിയിൽ കിടക്കും അത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ജെല്ലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് കട്ടിയുള്ള, അതായത് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഇരുമ്പ് ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ചട്ടിയാണ്, നോൺ സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കിയതെല്ലാം ഈ പാത്രത്തിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഇവിടെ 750 ml ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പം ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ മിശ്രിതം യോജിപ്പിച്ച് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക്
ഇളക്കിക്കൊണ്ടേയിരിക്കാം. കാരണം കുറേ സമയത്തേക്ക് നമ്മൾ കൈവിടാതെ ഇളക്കണം, അടിക്കൊന്നും പിടിക്കാതെ. അപ്പോൾ നമ്മുടെ ഈ എണ്ണ തിളച്ച് വരുന്നത് വരെയും നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് തിളച്ച് ഇതാകരുത്. മെല്ലെ ഇതിൻ്റെ ഈ നമ്മൾ അരച്ച മിശ്രിതം എല്ലാം അതിൻ്റെ എല്ലാ നീരും ഈ എണ്ണയിലേക്ക് കലർന്ന് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇതിൽ കിട്ടണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഇളക്കി നല്ലൊരു തിള വരുന്നത് വരേക്കും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മളുടെ എണ്ണ ഏകദേശം തിളച്ചൊക്കെ വരുന്നുണ്ട്. കണ്ടോ, തിളച്ച് വരുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ഈ അരപ്പ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഇതൊന്നും ആയിട്ടില്ല, ഇതാ ശരിക്കും അതിൻ്റെ കളറൊക്കെ മാറി. ഇപ്പം നല്ല പച്ച കളറല്ലേ, ഈ പച്ച കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെയും നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ തിളച്ച് എണ്ണ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ പത വരാൻ തുടങ്ങും. ആ പതയെല്ലാം വറ്റി കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ എണ്ണ ശരിക്കും മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെയും നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ ആദ്യം ഇളക്കി അതേ രീതിയിൽ ഇളക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഇതേ ഒരു രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ എണ്ണയ്ക്കൊക്കെ ചെറിയ കളർ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഇപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറോളം 25 മിനിറ്റ് കഴിഞ്ഞു ഇപ്പം ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗവും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വലിയ ലോങ് ആയി പോകും നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇത് തിളച്ച് കുറേശ്ശെ വിട്ടു വരുന്നുണ്ട്. പച്ചനിറമൊക്കെ ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ നമ്മൾ കാച്ചി ഡെയിലി തേക്കാൻ പറ്റുന്നവർക്ക് ഡെയിലി തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ ദിവസവും എണ്ണ തലയിൽ തേച്ച് കുളിക്കുക നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാം നല്ല തണുപ്പ്, നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും, തലയൊട്ടിയിലൊക്കെ നല്ല തണുപ്പ് കിട്ടത്തക്കതുപോലെയുള്ള ഔഷധങ്ങളാണല്ലോ. അതായത് ഉലുവ, ചെറിയ ഉള്ളി, തുളസിയില. നമ്മുടെ മുടി കൊഴിയുന്നതിന് ഒന്നാമത്തെ കാരണം തന്നെ നമ്മുടെ തല ചൂടാകുമ്പോഴാണ്. ഈ എണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് എപ്പോഴും നല്ല തണുപ്പാണ്, കണ്ണിന് നല്ല കുളിർമയാണ്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാം നല്ല ഔഷധക്കൂട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ദാ നമ്മളുടെ എണ്ണയൊക്കെ ഒന്ന് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ബ്രൗൺ കളറായി. നമ്മൾ അരച്ച് ചേർത്ത അരപ്പെല്ലാം ഒരുപാട് അളവ് കുറഞ്ഞ് ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ലയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ എണ്ണയിലേക്ക് ഞാൻ 4-5 പീസ് പച്ചക്കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു വാസന കിട്ടും. മാത്രമല്ല എണ്ണയുടെ തണുപ്പ് കാരണം ചിലർക്ക് പല്ലുവേദന ഉണ്ടാകാം, അത് തടയാൻ ഈ കർപ്പൂരം നല്ലതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രിയിലാണ് ഞാൻ എണ്ണ കാച്ചിയത്. ഒരു രാത്രി മുഴുവൻ ഇരുന്ന എണ്ണ നമ്മുടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഒന്നുകിൽ നമുക്ക് അരിപ്പ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല കനം കുറഞ്ഞ ഒരു തുണി എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ തുണി കൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്കൊരു റബ്ബർ ബാൻഡ് ഈ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ഈ തുണി തെന്നി മാറാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്തൊരു നല്ല മണമാണെന്നറിയാമോ, കർപ്പൂരത്തിൻ്റെയും ആ ഇലകളുടെയൊക്കെ എന്തൊരു നല്ല വാസനയാണെന്നറിയാമോ. തുളസിയില, നമ്മളുടെ ഉള്ളി, കറിവേപ്പില, കറുപ്പിൻ്റെയും കൂടെ ആ ഒരു വാസന ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വാസനയാണ്. പണ്ടൊക്കെ എല്ലാവരും കാച്ചെണ്ണയായിരുന്നല്ലോ തേച്ചിരുന്നത്. ഇപ്പോഴല്ലേ എല്ലാവർക്കും സമയമില്ലാതെ എണ്ണ തേക്കൽ തന്നെ ഇല്ല കൂടുതലും ആൾക്കാർ. അപ്പോൾ ഇനി നമ്മൾ ഇത് അരിപ്പയ്ക്ക് പകരം തുണിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ എണ്ണ മുഴുവൻ വാർന്ന് ഇതിൽ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ അങ്ങനെ മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ ഇതിലേക്ക് അരിച്ച് ഇത്രയും മാത്രമേ നമുക്ക് വേസ്റ്റ് കിട്ടിയിട്ടുള്ളൂ ഇതിന്. കണ്ടില്ലേ, ഇത് നമുക്കിനിയും കുറച്ച് നേരം കൂടെ വെക്കാമെങ്കിലും ഊറി എണ്ണ നമുക്ക് കിട്ടും. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഇത് കണ്ടോ, നമ്മളുടെ എണ്ണയുടെ കളറൊക്കെ കണ്ടോ, എത്ര നല്ല കളറായിട്ടാണ് കിട്ടിയത്. ഇനി ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലുകളിൽ നമ്മളിത് നിറച്ച് എത്ര കാലം വരെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്.
ഒരിക്കലും കേടുവരില്ല. എത്ര കാലം വേണമെങ്കിലും 1 വർഷമോ 2 വർഷമോ ഒക്കെ ഇരുന്നാലും ഇതിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഗുണവും മണവുമുള്ള എണ്ണകൾ എല്ലാവരും കാച്ചി വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അലോവേരയൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തരാം. അപ്പോൾ ഈ അലോവേരയുടെ എണ്ണ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ വരുമ്പോഴത്തേക്ക് ഞാൻ കാച്ചി വെച്ചിരിക്കുകയാണ്. അവർക്കാണ് എന്നേക്കാൾ ഇഷ്ടം ഇതൊക്കെ തലയിൽ തേക്കാനായിട്ട്. അവരുടെ തലയിലൊക്കെ താരൻ, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയായതുകൊണ്ട് താരനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മാറിക്കിട്ടും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.